ഹലോ അസ്സലാമു അലൈക്കും. സുലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് കുറച്ച് കാരക്കയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഒരു ബ്രെഡ് പോളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇതാക്കണ പൂണ്ടുങ്ങാനി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുങ്ങാനി ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. നല്ലോണം അരിയേണ്ട. അപ്പോൾ അത് ചേരുമ്പോൾ കൊട്ട അഞ്ഞു പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് ഇതാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കുന്ന തേങ്ങ കൊത്തിയതിന് ശേഷം കുറച്ച് കാരക്ക ഇട്ടുങ്ങാനി ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ട് വെച്ച് ചെയ്യും. അപ്പോൾ കാരക്കയും കൂടി നന്നാക്കി കുരുവൊക്കെ പോക്കി അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ തേങ്ങ കൊത്തിയതിൻ്റെ ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നാക്കി ഒന്ന് അടിച്ച് എടുക്കുക കേട്ടോ. അടിച്ചെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ അടുത്ത് നെയ്യില്ല, അതിനെ കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കേകിയും കാനിയൊക്കെ മുറിച്ചിട്ട് വെച്ച് കാരൊക്കെ ഇട്ടും കാനി ഇളക്കി കൊടുക്കുക. കാരൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ചൂടാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഒതുക്കി വെച്ച ആ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടുങ്ങാനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ലോണം വറവാണെന്നൊന്നുമില്ല, ഒന്ന് നല്ലോണം ഇളക്കിങ്ങാനി മിക്സായി കിട്ടിയാൽ മതി കേട്ടോ, കാരക്കയും തേങ്ങയും കൂടി. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്നും ഇടണ്ട കേട്ടോ. ഞാൻ കോഴിമുട്ടയിൽ പഞ്ചസാര ഉപ്പുമൊക്കെ ഇട്ടിക്കണമല്ലോ. ഇതിൽ പിന്നെ കാരക്കയിൽ ഉണ്ടാവുമല്ലോ മധുരം, അത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നാക്കി ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ നല്ല ഇതിലിങ്ങോട്ട് ഒരു വിധം ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങോട്ട് എടുത്ത് മാറ്റുക. പിന്നെ ഞാനൊരു 5 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരക്കയും തേങ്ങയൊക്കെ ഇങ്ങോട്ട് വറുത്തെടുത്ത് വെച്ചതിന് ശേഷം ഈ ബ്രെഡുകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ഇത് പോണ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലാട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാക്കണ മുട്ടക്കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മുറിച്ചിട്ട് വെച്ച ബ്രെഡൊക്കെ ഇട്ടിങ്ങനെ നന്നാക്കി ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കുന്ന ചട്ടീൻ്റെ അടിയിൽ ഒരു മൂടി വെച്ചിട്ടാണ് കേട്ടോ ചട്ടി വെച്ചത്. അപ്പോൾ നേരിട്ട് തീയിലേക്ക് ചട്ടി വെക്കുമ്പോൾ വേഗം കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒരു മൂടി വെച്ചിങ്ങാനി അതിൻ്റെ മേലെ വെച്ച് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാക്കണ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് മൂടി തീ കത്തിച്ചിങ്ങാനിയാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ മൂടിയൊക്കെ നല്ലോണം ചൂടായി, ചട്ടിയും ചൂടായിക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ പകുതി മാവ് എടുത്തിങ്ങാനി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് അങ്ങാനി നിരത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ നിരത്തി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാരക്കയും തേങ്ങയും ഒക്കെ നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള കൂട്ടും കൂടിയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ ഇത്രയും പെട്ടെന്ന് വെന്തിട്ടത് കോഴിമുട്ടയും ബ്രെഡും ആണല്ലോ. ഫസ്റ്റിൽ കുറച്ച് കൂടുതൽ തീ കത്തിച്ചിട്ട് മൂടിയും ചട്ടിയൊക്കെ ചൂടായതിൻ്റെ ശേഷം നല്ലോണം തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് ചുട്ടെടുക്കാനല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാക്കണ എല്ലാ കൂട്ടും അതിൽ പാർന്നെങ്ങാനിയൊക്കെ നല്ലോണം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു മൂടി എടുത്തെങ്ങാനും മൂടി വെച്ചെങ്ങാനും ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാണ്ടിട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാരൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ കാരക്കയും തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് വെന്തിക്കും കേട്ടോ, വേഗം വെന്തിട്ടിരിക്കണം. അപ്പോൾ അത് അടിപൊളിയായിട്ട് നല്ല കാരക്ക ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.